കേരളത്തിൽ 12 കോടി, അത് ഇപ്പോൾ പുറത്തു വന്ന കണക്കാണ്, ബിജെപിയുമായി ബന്ധപ്പെട്ട്. അതെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും ഇത്തരത്തിൽ ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ തുടങ്ങി ഫണ്ട് പിരിവുകൾ ഉൾപ്പെടെ പല അഴിമതികൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്. ഇലക്ഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുകയും ഇലക്ഷനിലെ ഫണ്ടിൻ്റെ ദുരുപയോഗം കുറയ്ക്കുകയും ചെയ്യണമെന്നുള്ളത് ഏതാണ്ട് ഒരു 20 വർഷമായിട്ട് ടി എൻ ശേഷൻ്റെ കാലം മുതൽ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം 5 കോടി രൂപയോളമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്നത്. നമ്മുടെ നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷൻ, അപ്പം 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 15 കോടി രൂപയോളം അവിടെ ചിലവഴിക്കപ്പെടുകയാണ്. 1.5 ലക്ഷം ആൾക്കാരായിരിക്കും ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ചെവിയിൽ ഞാൻ കേമനാണെന്ന് എത്തിക്കാനായിട്ട് പലപ്പോഴും ചിലവഴിക്കുന്നത് ഇത്തരം തുകകളാണ്. ഇത് എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പാർട്ടിയിൽ ഒതുക്കേണ്ടതല്ല, എല്ലാ പാർട്ടിയിലും. തീർച്ചയായും ശ്രീ എം എസ് വേണുഗോപാൽ, ജനറലൈസ് ചെയ്ത് ഇല്ലാത്ത കാര്യത്തെ ഉള്ളതാക്കി ചെയ്തവരെ രക്ഷപ്പെടുത്താനുള്ള താങ്കളുടെ വാദം തുടക്കത്തിലെ മനസ്സിലാവുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ ബിജെപിയാണ് നഗ്നരായിരിക്കുന്നത്. ബിജെപി 12 കോടി കൊടിയുടെ പേരിൽ നടത്തിയ അഴിമതി പണത്തിലൂടെ പുറത്തെത്തുന്നത് കോടികളുടെ കണക്കുകളാണ്. കൊടിയിലാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ അത് കോടികൾ വികസിക്കുന്നു പലതരത്തിലേക്ക്. വാഹന ഇടപാടുകളുടെ കാര്യത്തിൽ ജനറൽ സെക്രട്ടറി ഓണറായ കമ്പനിയുടെ പേരിൽ ഇങ്ങനെ വ്യാപകമായ അഴിമതി. ഇത്രയേറെ പണം ഇടുന്നു. ഒരു ABVP നേതാവ്, ഒരു വിദ്യാർത്ഥി നേതാവ് കോടികളുടെ കോടികളുടെ പണവുമായി സെൽഫി ഇടുന്നു. ഇവിടെ ED ഇല്ല, കേന്ദ്ര ഏജൻസികളില്ല. ഈ ഒരു സംഭവത്തെയാണ് താങ്കൾ പൊതുവിൽ ജനറലൈസ് ചെയ്ത് അങ്ങ് മെഴുകി വിടുന്നത്. ഞാൻ ജനറലൈസ് ചെയ്യുന്നതല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾ തിരിമറി നടത്തുന്നതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ആരോപണങ്ങൾ വരികയും അത് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ എക്സംഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ പാർട്ടികൾ വലിയ ഫണ്ട് പിരിക്കും, ചെറിയ പാർട്ടികൾ ചെറിയ ഫണ്ട് പിരിക്കും. എല്ലാത്തിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏത് പാർട്ടി കേരളത്തെ സംബന്ധിച്ച് താരതമ്യേന ചെറിയ പാർട്ടിയാണ് BJP. ആ BJP കൊടകര കള്ളപ്പണക്കേസിലടക്കം പുറത്തെത്തുന്ന വസ്തുതകൾ, ഇപ്പോൾ എത്തുന്ന ഈ ഫണ്ട് തട്ടിപ്പിൽ പുറത്തെത്തുന്ന വസ്തുതകൾ, ഇതെല്ലാം താങ്കൾ പൊതുവിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന അർത്ഥത്തിൽ കാണാനാകുന്നതാണോ? അങ്ങനെയാണോ താങ്കളുടെ യുക്തിബോധം സംസാരിക്കുന്നത്? തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ പണത്തിൻ്റെ ആവശ്യം. ഞാനതല്ലേ പറഞ്ഞത്, ധൂർത്താണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ധൂർത്തിന് പണം കണ്ടെത്തുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വൻ ശ്രമങ്ങളാണ്. അത് അവിഹിതമായിട്ടും സംവദിക്കാറുണ്ട്. അത് കിട്ടുന്ന കാണുന്നില്ലല്ലോ, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. അയോധ്യയെ പോലെ, കേദാർനാഥിലെ പോലെ, ഇപ്പോൾ ഈ കൊടകര കള്ളപ്പണത്തെ പോലെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ BJPയുടെ ഫണ്ട് തട്ടിപ്പിനെ പോലെ അങ്ങനെ ഒരു അഴിമതി ഏത് പാർട്ടിയാണ് നടത്തുന്നത്? എല്ലാ BJP മാത്രമേ ഉള്ളൂ. അതങ്ങനെ കണ്ണടച്ചിട്ടാക്കരുത്. അതിനകത്ത് പ്രധാന കാരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായ സംഭവം, അതിലെ അഴിമതി, അതുപോലെ തന്നെ രാമജന്മഭൂമി ട്രസ്റ്റിലുണ്ടായ അഴിമതി, അതുപോലെ തന്നെ പുരിയിൽ നടന്ന അഴിമതി, അതുപോലെ തന്നെ തമിഴ്നാടിൽ ക്ഷേത്രങ്ങളിൽ സർക്കാരാണ് അവിടെയും ക്ഷേത്രങ്ങളെ മാനേജ് ചെയ്യുന്നത്, അവിടെ നടന്ന വ്യാപകമായ അഴിമതി. ഇപ്പോൾ പണം ഉള്ളിടത്തെല്ലാം കള്ളന്മാർ കയറും. അത് രാഷ്ട്രീയ പാർട്ടികളിൽ പണം കൂടുതലെന്ന് രാഷ്ട്രീയ പാർട്ടിയിലും കള്ളന്മാർ കയറും. പക്ഷേ ഇത് ചെക്ക് ചെയ്യുകയും ചെക്ക് ആൻഡ് ബാലൻസിലൂടെ നിർത്തുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത് വളരെയധികം സാങ്ക്ടിറ്റിയോട് കൂടി ചെയ്യേണ്ടതാണ്. ബാലൻസ് BJPയിൽ നടക്കുന്നുണ്ടോ എന്നത് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അവർ പറയുന്നത് അവർ ഇന്റേണൽ ചെക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അത് അവർക്ക് ദോഷമായി. അത് വലിയ മഹാഭാഗ്യം പോലെയാണ് താങ്കൾ വ്യാഖ്യാനിച്ചത്.